ഹലോ ഓൾ. ഇന്ന് നമ്മൾ PYQ സീരീസിൻ്റെ മൂന്നാം ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 11ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തതാണ് കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൊവിഷണൽ പ്രകാരം B ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഫൈനൽ വരുന്ന സമയത്ത് ഡിലീറ്റ് ആയി പോവും. കാരണം 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ശരിയാണ്. കുറ്റ്യാടി കോഴിക്കോട്, ഷോളയാർ തൃശ്ശൂർ, ശബരിഗിരി പത്തനംതിട്ട, കല്ലട കൊല്ലം. 12ാമത്തെ ചോദ്യം. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്ത. 13. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 2ഉം 3ഉം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 14. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 3ഉം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ്വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ്വ്യവസ്ഥ. 15. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തമാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം. 17. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉം. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. എന്താണ് മൂന്നാമത്തിലുള്ള തെറ്റ്? മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? ലാഭമല്ല, പലിശയാണ്. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 1ഉം 2ഉം 3ഉം ശരിയാണ്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. 19ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉം. കോട്ടനോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്.